കോഴിക്കോട് കൊടുവള്ളി മാനിപുരം പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 10 വയസ്സുകാരിക്കായി തിരച്ചിൽ തുടരുകയാണ്. പൊന്നാനി ഗേൾസ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയും കൊടുവള്ളി സ്വദേശി മുർഷിദിന്റെ മകളുമായ അൻഫ ഷെറിൻ ഇന്നലെയാണ് ഒഴുക്കിൽപ്പെട്ടത്. ഒഴുക്കിൽപ്പെട്ട അൻഫയുടെ സഹോദരനെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു. ടി അനീസലി വിവരങ്ങൾ നൽകും. അനീസലി, രാവിലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ അവിടെ തിരച്ചിൽ തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴും അത്തരത്തിലുള്ള തിരച്ചിൽ തന്നെയാണോ നടക്കുന്നത്? മറ്റ് സംവിധാനങ്ങൾ ഒന്നും അവിടെ എത്തിയിട്ടില്ലേ? എങ്ങനെയാണ് ഇപ്പോൾ തിരച്ചിൽ തുടരുന്നത് അനീസലി? ജിൽസി, ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ സ്കൂബ ടീമിന്റെയും ഒക്കെ നേതൃത്വത്തിൽ തന്നെ തെരച്ചിൽ നടക്കുന്നുണ്ട്. നാട്ടുകാരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ ഉണ്ട്. എന്റെ മുക്കം സന്നദ്ധ സേന, അതുപോലെ തന്നെ കർമ്മ വംശേരി തുടങ്ങിയ സന്നദ്ധ സംഘടനകളും വൈറ്റ് ഗാർഡ്, മുസ്ലിം ലീഗിന്റെ യോജന ടീമായ അവരുടെ സന്നദ്ധ സേവന ടീമായ വൈറ്റ് ഗാർഡ്, ഇവരെല്ലാവരും അതുപോലെ തന്നെ ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ള മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള നാട്ടുകാരൊക്കെയും ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ 8:30 കൂടി ഔദ്യോഗികമായ തെരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ 3 മണി വരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഫയർഫോഴ്സ് ഒക്കെ പോയതിനു ശേഷമാണ് നാട്ടുകാർ കൊടുന്ന് പ്രദേശത്ത് വലിയ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ച് ഇപ്പോഴും ഈ കുട്ടിക്കായുള്ള തെരച്ചിൽ ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്ന ഓണത്തിന്റെ ആഘോഷ മൂഡിലായിരുന്നു ഇന്നലെ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ദാരുണമായൊരു സംഭവം ഉണ്ടാകുന്നത്. 2 കുട്ടികളെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. അതിനിടയിൽ ഈ ആദ്യം ഈ ഷഹന ഷെറിൻ എന്ന് പറയുന്ന കുട്ടി ഒഴുക്കിൽ പോകുന്നത് കണ്ടപ്പോഴാണ് ജ്യേഷ്ഠൻ 11 വയസ്സുകാരൻ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടിയത്. ഈ കുട്ടിയും ഒഴുക്കിൽപ്പെട്ടതോടുകൂടി നാട്ടുകാർ ഈ കുട്ടിയെ കരക്കെത്തിച്ചു. പക്ഷേ ഇന്നലെ ആദ്യം ഈ വെള്ളത്തിൽ വീണ കുട്ടിയെ ഇപ്പോഴും രക്ഷിക്കാനോ ആ കുട്ടിയെ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വേദനയാകുന്നത്. ഏതായാലും വലിയ തരത്തിൽ പ്രയാസമാകുന്നു. ഇന്നലെ വലിയ കുത്തൊഴുക്കുണ്ടായിരുന്നു ഈ പുഴയിൽ, നല്ല കുത്തൊഴുക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വെള്ളം നല്ല കലങ്ങിയ രീതിയിലുമായിരുന്നു. ഇന്നലെ എപ്പോഴാണ് 4 മണിയോടുകൂടി 4:15 ഈ സംഭവം ഉണ്ടാകുന്നത്. നിങ്ങൾ ഇവിടെ നാട്ടുകാരാണ്? ഞാൻ ഇവിടെ ഉള്ള ആളാണ്. ഈ രാത്രി ഒക്കെ തെരച്ചിൽ നടത്തി? രാത്രി 3 മണി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. 3 മണി വരെ ഇവിടെ ഉണ്ട്. ആരും തെരച്ചിൽ നിർത്തിയില്ല. ഇവിടെ പിന്നെ നേരത്തെ ഇതുപോലെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറെ മുമ്പാണ്? കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ലേ നമ്മളെ 3 വർഷം 3-4 വർഷം മുമ്പ് ഒരു കുട്ടി അതേ സ്പോട്ടിൽ പോയത്. ആ സ്ഥലത്ത് തന്നെ കുട്ടിയെ പിന്നീട് കിട്ടിയിരുന്നു? കിട്ടി. അത് 1 മണിക്കൂർ കൊണ്ട് തന്നെ കിട്ടി. മരിച്ചിട്ടാണോ? എന്തായാലും ഈ പുഴ പുറമേക്ക് ശാന്തമെന്ന് തോന്നുമ്പോഴും അടിയൊഴുക്ക് ശക്തമാണ്. ഈ പുഴയിൽ നിറയെ പാറക്കെട്ടുകളുണ്ട്, ഈ വെള്ളത്തിനടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ചുഴി രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഈ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ പിന്നീട് കണ്ടെത്താൻ കഴിയാത്തത് വലിയ വേദനയായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവര് ഉറക്കമൊഴിച്ച് ഇന്നലെ തെരച്ചിലിൽ പങ്കെടുത്തിരുന്നു. സന്നദ്ധ സംഘടനകൾ, അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഈ പുഴ എന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് ആ പ്രദേശവാസികൾക്ക് പുഴയുമായി എപ്പോഴും സാമീപ്യമുള്ളതും അതിൽ മീൻ പിടിച്ചും അതിൽ കളിച്ചു വളർന്ന ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം പുഴയുടെ ഓരോ ഗതിവിഗതികളും അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ഒക്കെ തെരച്ചിൽ നിർത്തിയതിനു ശേഷവും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴും ഈ സമയം ഇത്രയായിട്ടും ആ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വേദനയാകുന്നത്. ഈ കുട്ടി ഷഹന ഷെറിൻ പൊന്നാനിയിലാണ് കുട്ടിയുടെ ഉമ്മയുടെ വീട്. ഈ പ്രദേശത്തുള്ള മുർഷിദാണ് ഈ കുട്ടിയുടെ പിതാവ്. ഈ മുർഷിദിന്റെ സഹോദരന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഈ പുഴയിലേക്ക് എല്ലാവരും കൂടെ കുളിക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടത്. ഉമ്മ ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പാറയിൽ നിൽക്കുന്ന ഷഹന ഷെറിൻ കാൽ തെറ്റി പുഴയിലേക്ക് വീഴുകയായിരുന്നു. ഇത് കണ്ടതോടുകൂടിയാണ് മറ്റൊരു കുട്ടിയും കൂടി, സഹോദരൻ കൂടി പുഴയിലേക്ക് ചാടിയത്. എന്തായാലും അതിൽ ഒരു കുട്ടിയെ, ഷഹന ഷെറിനെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് വലിയ വേദനയാവുന്നത്.